നമുക്കിന്നേ ഹെൽത്തി ആയിട്ട് എന്നാൽ ടേസ്റ്റുള്ള ഒരു റാഗിയുടെ സ്മൂത്തി ഉണ്ടാക്കിയാലോ. റാഗിപ്പൊടി വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാണ്ടൊന്ന് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗിയാണ്, അത് കാരണം കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. എന്നാലും സാരില്ല, നമ്മളിത് ലാസ്റ്റ് മിക്സിയിൽ അടിക്കേണ്ടതാണ്. ഇത് നമ്മൾ 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് തീരെ കട്ടകളില്ലാണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. പിന്നീട് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. തീ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൽ ധാരാളം കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ കാൽസ്യം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് വിളർച്ചയുള്ളവർക്കൊക്കെ ഈ റാഗി സ്മൂത്തി വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നമ്മുടെ ദഹനം എളുപ്പമാക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഈ റാഗി സ്മൂത്തി വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഓവറോൾ ബോഡിക്ക് മൊത്തത്തിൽ നല്ലതാണ് നമ്മുടെ റാഗി. അപ്പോൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റാഗി ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടേ, ഈ പറഞ്ഞ നേരം കൊണ്ട് തന്നെ നമ്മുടെ റാഗി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിക്കായി വരും. ഇത് നന്നായി തിക്കായാലും കുഴപ്പമില്ല, നമ്മളിതിൽ പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ട നന്നായി തിക്കായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അത് ചൂടാറാൻ വയ്ക്കാം. ഇത് ഇരിക്കും തോറും വീണ്ടും കട്ടയാവും. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇത് നേരത്തെ കുറുക്കി വെച്ച റാഗിയിൽ നന്നായി തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. തണുത്തപ്പോൾ നന്നായി കട്ടയായിട്ടുണ്ട്, എടുക്കാൻ തന്നെ കുറച്ച് പ്രയാസപ്പെട്ടു. പിന്നെ നമുക്കിതിൽ മധുരത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ ഈന്തപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ എന്തെങ്കിലും ചേർക്കാട്ടോ, അതാ കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് മാത്രം പാലൊഴിച്ചിട്ട് ആദ്യം ഇത് അടിച്ചെടുക്കണം. ഞാൻ ഇതിൽ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സൺഫ്ലവർ സീഡ്, ബദാം, എള്ള്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതൊരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊരു ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി. ഇതിൽ ഈന്തപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. അതല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേൻ ഒഴിച്ച് കഴിച്ചാലും മതി. ഞാനിവിടെ മധുരമൊന്നും ചേർക്കണില്ല. ദേ നമ്മുടെ സ്മൂത്തി ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. മധുരം വേണ്ടവർക്ക് ഇതിലേക്ക് തേനും കൂടെ ചേർത്ത് കഴിക്കാവുന്നല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്